നിങ്ങളെല്ലാവരും മതബോധന രംഗത്ത് വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ്. ഇതൊരു നേതൃസമ്മേളനമായതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വിഷയത്തെ, ഇന്നത്തെ ചർച്ചാ വിഷയത്തെ ഗൗരവമായി കണ്ട് വേണ്ട തീരുമാനങ്ങളെല്ലാം എടുത്തിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. എനിക്കെന്തെങ്കിലും കൂടുതലായിട്ട് കൂട്ടിച്ചേർക്കാനുണ്ടാകില്ല. എങ്കിലും നിങ്ങളിങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് ഗൗരവമായിട്ട് ചർച്ച ചെയ്യുന്നു. ഇന്നത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഈ സമീപന രീതികളിലെ വ്യത്യാസം ഉണ്ടാകുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതെല്ലാം അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ പുതിയ വെബ്സൈറ്റിന് പ്രത്യേകമായിട്ടുള്ള പ്രസക്തി ഉണ്ട് എന്നുള്ളത് ഞാൻ ഓർമ്മിക്കുന്നു. തൻ്റെ ജന്മദിനത്തോടെ ബന്ധപ്പെട്ട് ഇങ്ങനൊരു സംരംഭം ആരംഭിക്കുവാൻ സാധിച്ച ബഹുമാനപ്പെട്ട ജോസഫ് സാറിന് പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യും. സംഘടിതമായ ഒരു വിശ്വാസ പരിശീലനത്തിന് കളമൊരുക്കിയ രൂപതകളിൽ ഒരുപക്ഷെ ആദ്യത്തെ ഒരു രൂപതയാണ് ചങ്ങനാശ്ശേരി രൂപത. കഴിഞ്ഞ 10-60 വർഷത്തിലധികമായിട്ട് ഈ രംഗത്ത് നമ്മുടെ അതിരൂപതയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ചരിത്രമുണ്ട്. പുതിയ പുതിയ വെല്ലുവിളികളെ നേരിടാനായി വളരെയധികം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു മതബോധന വകുപ്പാണ് നമുക്കുള്ളത്. ഈ അവസരത്തിൽ ഒരു പ്രത്യേക കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്നത്തെ വെല്ലുവിളികൾക്കനുസൃതമായിട്ട് നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കേണ്ടതാണ്. ജോബി അച്ഛന് ഇന്നത്തെ പാശ്ചാത്യ ദേശങ്ങളിലെ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് മാർപ്പാപ്പായി ഉദ്ധരിച്ചുകൊണ്ട് പറയുകയുണ്ടായി. കാൾ മാർക്സ് ഒരിക്കൽ പറഞ്ഞത്, ഈ വികസിത രാജ്യങ്ങളിൽ സംഭവിക്കുന്നത് ഈ വികസിച്ച് വരുന്ന രാജ്യങ്ങളിലും ആവർത്തിക്കുമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അത് അപ്പാട് ശരിയല്ല എന്നുള്ളത് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. എങ്കിലും അങ്ങനെ ചിന്തിക്കുവാൻ വളരെയധികം സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാനാവില്ല. പാശ്ചാത്യ ദേശത്തെ ഈ സാംസ്കാരിക നവോത്ഥാനം എന്നെല്ലാം പറഞ്ഞ് തുടങ്ങിയത് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടൊരു സംസ്കാരം സൃഷ്ടിക്കുവാനുള്ള ശ്രമമായിരുന്നു. അപ്പം അത് നമ്മുടെയും ഈ പൗരസ്ത്യ അല്ലെങ്കിൽ കിഴക്കൻ രാജ്യങ്ങളിലും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നാം കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയും ഇതുപോലെ തന്നെ ദൈവത്തെ കൂടാതെ ലോകത്തെ സൃഷ്ടിക്കുവാനായിട്ട് രൂപപ്പെടുത്തുവാനായിട്ടുള്ള പരിശ്രമങ്ങൾ ബോധപൂർവം നടത്തുന്ന ഒരവസരമാണിത്. പാശ്ചാത്യ ദേശങ്ങളിൽ സംഭവിച്ചവ ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെയും ആവർത്തിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് എടുത്ത് പറയാനുള്ളത്, മതബോധന രംഗത്ത് പുതിയ അധ്യാപന രീതി, പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ, പുതിയ ശൈലി, ഇതെല്ലാം സ്വീകരിക്കുന്നതുകൊണ്ട് മാത്രം മതിയാകുമോ എന്നുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പോരാട്ടത്തിൻ്റെ വ്യാപ്തി നാം കുറച്ചുകൂടി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നത്തെ പെസൽബാനിയിലെ ലേഖന ഭാഗത്ത് തിമോത്തിയോസിന് പൗലോസ് നൽകുന്ന ഉപദേശം വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തണമെന്നാണ്. അത് നമ്മുടെ മതപരിശീലന വേദികളിൽ, വിശ്വാസ പരിശീലന വേദികളിൽ ഒതുക്കി നിർത്താൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നത്തെ നമ്മുടെ സാമൂഹിക സംവിധാനങ്ങളെല്ലാം മറ്റ് സമൂഹത്തിലെ പ്രവണതകൾ, നിരന്തരമായിട്ട് അനുഭവപ്പെടുന്ന പ്രവണതകളെല്ലാം നമ്മുടെ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്നവയാണ്. വിശ്വാസം നമ്മളെ അകറ്റുവാനായിട്ട് ഇടയുള്ളവയാണ്. അതുകൊണ്ട് അവിടെയെല്ലാം നമ്മൾ പ്രത്യേകം സമൂഹത്തിൽ നടക്കുന്ന ചലനങ്ങളെ, മാറ്റങ്ങളെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അവിടെയും ആ സമൂഹത്തിൽ നേരിടുന്ന വെല്ലുവിളികളെ നേരിടാനും കൂടെ നമ്മൾ സംഘടിതമായിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ ജീവിക്കുന്ന അന്തരീക്ഷം നമ്മുടെ പിടിയിൽ ഒതുങ്ങാത്ത രീതിയിൽ വളരെ തെറ്റായ മാർഗത്തിലൂടെ മുൻപോട്ട് പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ചുറ്റുപാടും കാണുന്ന സാമൂഹിക തിന്മകൾ, അവ ഈ മതബോധന വേദിയുമായിട്ട് ബന്ധമില്ലാത്തവയാണ് നമ്മൾ കരുതരുത്. അതിനിടയിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് വിശ്വാസത്തിൻ്റെതായിട്ടുള്ള സംഘർഷങ്ങൾ, ധാർമ്മികതയിലുണ്ടാകുന്ന അപജയങ്ങൾ എല്ലാം സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. നമുക്ക് കുടുംബരംഗത്ത് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ, കുടുംബങ്ങളുടെ ചൈതന്യത്തെക്കുറിച്ച് നമ്മളെ പലപ്പോഴും വിലപിക്കാറുണ്ട്. കുടുംബങ്ങളിലെ വിവാഹ ബന്ധങ്ങൾ തകരുന്നു. മക്കളും മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പണ്ടുണ്ടായിരുന്നിടത്തോളം മാതാപിതാക്കളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, അവരോടുള്ള ഒരു വിധേയത്വം,
നമുക്ക് പണ്ടുള്ളതുപോലെ ഇന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. പലരിലും അത് നമ്മൾ കണക്കെടുക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് കുടുംബത്തിലെ അതുപോലെ തന്നെ മാതാപിതാക്കളുടെ ബന്ധം പലപ്പോഴും വിച്ഛേദിക്കപ്പെട്ട് പോകുന്നത് കൊണ്ട് മക്കൾ ആരുടെയെങ്കിലും ഒരാളുടെ പരിചരണത്തിലാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കുട്ടികളുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഇവിടെയെല്ലാം മനഃശാസ്ത്രജ്ഞന്മാർ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ നമ്മുടെ വിശ്വാസ പരിശീലന വേദിയിൽ വരുന്നുണ്ട്. പിന്നെ അവരെ പുറത്തിറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ കടന്നു കയറുന്ന മാധ്യമങ്ങളുടെ സാന്നിധ്യം അത് നമ്മുടെ നിയന്ത്രണത്തിൽപ്പെട്ടതല്ല. നമ്മെ കൂടാതെ തന്നെ കുട്ടികൾ ഈ മാധ്യമങ്ങളെ ആയിട്ട് പൊരുത്തപ്പെടുകയും അവയ്ക്ക് വിധേയമാകുകയും ചെയ്യുന്ന അനുഭവമാണ്. പരിശുദ്ധപിതാവ് തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിൽ പറയുകയുണ്ടായി, ഓൺലൈൻ സൗഹൃദങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മൾ വിശ്വസിക്കരുതെന്ന് യുവജനങ്ങൾക്ക് ഉപദേശം നൽകിയിട്ടുണ്ടായി. ഓൺലൈൻ സൗഹൃദങ്ങൾ അതുവഴിയായിട്ടുണ്ടാകുന്ന ബന്ധങ്ങളും വരുമല്ലോ. പക്ഷെ അതെല്ലാം നമ്മുടെ കുടുംബങ്ങളിലുള്ളിൽ സംഭവിക്കുകയാണ്. മാതാപിതാക്കൾ അറിയാതെ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പുറത്തു നിന്നുള്ള മാധ്യമങ്ങളുടെ സ്വാധീനം നമ്മുടെ കുട്ടികളുടെ മനസ്സിലേറെ ചെല്ലുന്നത്. അതുപോലെ തന്നെ അവർ പോകുന്ന വിദ്യാലയങ്ങളിലെ അന്തരീക്ഷവും കണ്ടെത്തിയതിലേറെ മാറിയിട്ടുണ്ട്. ഒരു കാലത്ത് നമ്മുടെ വിദ്യാലയങ്ങളിലെ മതബോധനം, വിശ്വാസത്തിൻ്റെ ഒരു അന്തരീക്ഷം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം അധ്യാപകർക്കും അതുപോലെ തന്നെ രക്ഷകർത്താക്കൾക്കും വളരെയധികം നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ കാര്യത്തെക്കുറിച്ച് ആരും അധികം പറയാറില്ല. നമ്മുടെ വിദ്യാലയങ്ങളുണ്ടായിരിക്കേണ്ട വിശ്വാസത്തെ അന്തരീക്ഷം അതിനെക്കുറിച്ച് നമ്മളേറെ അന്വേഷിക്കാറില്ല. കുട്ടികളെ അയക്കുന്നതിലും കുട്ടികളുടെ പരിശീലനത്തെ അതെങ്ങനെ ബാധിക്കുന്നതിനെക്കുറിച്ച് നമ്മളധികം അന്വേഷിക്കാറില്ല. കുട്ടികൾക്ക് കൂടുതൽ പരീക്ഷയിൽ വിജയിക്കാൻ സാധിച്ചാൽ നമ്മളെല്ലാവരും സംതൃപ്തരാണ്. അങ്ങനെയുള്ള വിദ്യാലയങ്ങൾ തേടിയാണ് നമ്മൾ പലപ്പോഴും പോകുന്നത്. കുട്ടികളെ അങ്ങനെ വിദ്യാലയങ്ങൾ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നാം അധികം മെനക്കെടാറില്ല. അപ്പം അങ്ങനെ വിദ്യാലയങ്ങളിൽ അതുപോലെ തന്നെ ആ വിദ്യാലയങ്ങളിൽ നിലവിലിരിക്കുന്ന സാംസ്കാരിക നിലവാരം, സംസാര ശൈലി, മറ്റുള്ളവരുമായിട്ട് ഉണ്ടാകുന്ന ഇടപെടലിൽ കാണിക്കുന്ന സത്യസന്ധത, ആത്മാർത്ഥത, ഇതൊക്കെ അതുപോലെ തന്നെ നിയമത്തോടുള്ള വിധേയത്വം, ഇതെല്ലാം ഇതിലെല്ലാം ഈ രംഗങ്ങളിലെല്ലാം വളരെയധികം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ടാവണം നമ്മുടെ ഈ സാഹചര്യങ്ങളെ നേരിടാനായിട്ടുള്ള നമ്മുടെ പരിശ്രമങ്ങൾ നമ്മൾ കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ സാമൂഹ്യ തിന്മകൾക്കെതിരായിട്ട്, സമൂഹത്തിൽ സംഭവിക്കുന്ന അപജയങ്ങൾക്കെതിരായിട്ട് ഇവിടെ നമ്മൾ പ്രതികരിച്ചാൽ മാത്രമേ നമ്മുടെ സാംസ്കാരിക അന്തരീക്ഷം കുറേയെല്ലാം വ്യത്യാസപ്പെടുത്തുവാനായിട്ട് ഇവിടെ നമ്മൾ ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഗൗരവമായിട്ട് കണക്കെടുക്കേണ്ട കാര്യമാണ്. എങ്ങനെ ഇതിനെല്ലാം നേരിടാൻ സാധിക്കും? പ്രത്യേകിച്ചും ഇന്ന് നമ്മുടേതായിട്ടുള്ള സംസ്ഥാനത്ത് പ്രത്യേകമായിട്ടുള്ള സാഹചര്യം, ദൈവത്തെ പാടെ നിഷേധിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം നമ്മുടെ കയ്യിൽ സ്വാധീനം ചെലുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് അധ്യാപകരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു, പാഠപുസ്തകങ്ങൾ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു, അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ വകുപ്പിനെ മുഴുവൻ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം നമ്മൾ നേരിടേണ്ട പ്രശ്നങ്ങളാണ്. നമ്മുടെ സൺഡേ സ്കൂളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് കരുതുന്നതിൽ അർത്ഥമില്ല. ഇതെല്ലാം ഈ പ്രത്യയശാസ്ത്രത്തിന് അധീനമായി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അധികം ഇടം കാണില്ല നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കാനായിട്ട്. അപ്പം അങ്ങനെയുള്ളതിനെയും നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത്? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും വിശ്വാസ പരിശീലന വേദികളിൽ നമ്മളധികം ചർച്ച ചെയ്യാറില്ല. എങ്ങനെ നേരിടാം, അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അതെല്ലാം പ്രതികരണങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മളധികം വിഷമിച്ച് കാണാറില്ല. പക്ഷെ ഇതെല്ലാം നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്. നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുവാനായിട്ട്, ദൈവത്തെ കൂടാതൊരു സംഭവം സൃഷ്ടിക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ പാശ്ചാത്യ ദേശങ്ങളിൽ നടക്കുന്നത് പോലെ ഇവിടെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ സംസ്ഥാനത്തിൽ അത് വളരെ രൂക്ഷമായിട്ട് നമ്മൾ അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധപിതാവ് എൻ്റെ ചുമതല ചേർക്കുന്നതിന് മുൻപ് തന്നെ പറഞ്ഞ ഒരു പ്രസംഗത്തിൽ ഏറ്റവും കാതലായിട്ടുള്ള ഭാഗം അതായിരുന്നു. പാശ്ചാത്യ ദേശങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രായോഗികമായിട്ടുള്ള ഭൗതികവാദം, അതുപോലെ തന്നെ ആവേശികവാദം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങളായിട്ട് അദ്ദേഹം കണ്ടത്. അപ്പം വിശ്വാസ പരിശീലകർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനെ നേരിടാനുള്ള സംരംഭങ്ങളിൽ ഒത്തുചേരുകയും നമ്മുടെ അന്തരീക്ഷത്തെ സംശുദ്ധമാക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. സംസ്കാരത്തിൽ തന്നെ ഒരു മാറ്റം വരാനായിട്ടാണ് നമ്മൾ ഒന്നുകൂടെ ശ്രമിക്കേണ്ടതായിട്ടുള്ളത്. കാരണം ഈ സംസ്കാരത്തിൽ നിന്ന് വേർപെടുത്തി നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അവരെ ഐസൊലേറ്റ് ചെയ്ത് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ രൂപീകരണം നടത്താനായിട്ട് നമുക്ക് സാധിക്കില്ല. ഒരേ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസത്തിൽ അറിയിക്കുവാനായിട്ട് ഉള്ള പരിശ്രമങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനായിട്ട് ശ്രമിക്കുകയും അതേസമയം ഇങ്ങനെ
ബാഹ്യശക്തികൾ അവരിൽ ചെലുത്തുന്ന സ്വാധീനം എന്താണെന്ന് മനസ്സിലാക്കി അതിനെ എതിരായിട്ടുള്ള പ്രതിരോധം തരാൻ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കുന്ന നമ്മുടേതായിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മൾ അതിന് രൂപം കൊടുക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഫലപ്രദമായിട്ട് മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് പ്രായോഗികമായിട്ട് പറഞ്ഞാൽ പണ്ടൊരു ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു ഏതാനും വർഷങ്ങൾക്ക് മുന്നേ ഒരു സർവേ നടത്തിയ സൊല്യൂഷൻ ഫാദേഴ്സ് അവർ കണ്ടെത്തിയത് കേരളത്തിലെ കുട്ടികൾ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മോടെല്ലാം ഏതാണ്ട് യോജിച്ച് അവരുടേതായിട്ടുള്ള അനുഷ്ഠാനങ്ങളെല്ലാം നിർവഹിച്ചു പോകും. അവരുടെ സംസാരത്തിന് വലിയ വ്യത്യാസങ്ങൾ കാണില്ല, പെരുമാറ്റ ശൈലിയും എല്ലാം വലിയ കേടുപാട് കൂടാതെ പോകുന്നുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോൾ അങ്ങനെ ധാരാളം പേര് പോകുന്നുമുണ്ട്. ഇന്ന് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ പോകുന്ന പല ആളുകളും കേരളത്തിന് പുറത്താണ് പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുന്ന ഈ അവസരത്തിൽ അവരെ ഉറപ്പിച്ച് നിർത്തുന്ന മാനദണ്ഡങ്ങൾ അവർക്കില്ല, ബോധ്യങ്ങൾ അവർക്കില്ല, വിശ്വാസത്തിനായിട്ടുള്ള ബോധ്യങ്ങൾ അവർക്കില്ല. ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ ഇണങ്ങിപ്പോവുക, അതിൽ നിന്ന് കിട്ടാവുന്ന അതിൻ്റേതായിട്ടുള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ജീവിക്കുക, ജീവിതം ക്രമപ്പെടുത്തുക എന്നുള്ള രീതിയിലായി പോകുന്നതായിട്ട് പറയാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള വിശ്വാസം നമ്മൾ 10-12 ക്ലാസ്സുകളെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളിൽ എന്തുമാത്രം അത് സ്വാധീനം ചെലുത്തുന്നുണ്ട്, അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ശക്തിയാക്കി ഈ വിശ്വാസത്തെ മാറ്റുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്. പക്ഷേ അതിന് കാരണം നമ്മുടെ അധ്യാപനത്തിലുണ്ടാകുന്ന ഒരു പിഴവോ അല്ലെങ്കിൽ നമ്മുടെ ഈ പഠനോപകരണങ്ങളുടെ ഉപകരണങ്ങളുടെ കുറവോ ഇതൊക്കെ മാത്രമാണ് നമുക്ക് കരുതാൻ സാധിക്കില്ല. നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇന്നത്തെ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇവയെ വേണ്ട രീതിയിൽ നമുക്ക് പ്രതിരോധിക്കുവാൻ അല്ലെങ്കിൽ ഇവയ്ക്കെതിരായിട്ടും ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ രൂപപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അവയുടെ നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കി അവർ കുട്ടികളെ നയിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ കുടുംബങ്ങളിൽ കടന്നു വരുന്ന മാധ്യമങ്ങൾ, അവർ ഉപയോഗിക്കുന്ന മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങളിൽ തന്നെ മാധ്യമങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെയാണ് വിശ്വാസത്തിൽ ചേരുന്ന രീതിയിലൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്, ഇവിടെ ഒഴുകി വരുന്ന നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ള പ്രാപ്തി അവർക്ക് നൽകുവാനൊക്കെ കുടുംബങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല, കുടുംബങ്ങളിൽ സാധിക്കുന്നില്ല. പലപ്പോഴും മാതാപിതാക്കളുടെ അപര്യാപ്തതയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് നേരിടുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പം ഇന്ന് രാവിലെ ഉണ്ടായ നമ്മളത്തെ ചില നമ്മൾ സംസാരിക്കുകയുണ്ടായി, കുട്ടികളുടെ പക്ഷേ കുട്ടികളുടെ മാനസിക സംഘർഷത്തെക്കുറിച്ചൊക്കെ ആയിരിക്കാം. അതിനുള്ള പ്രതിവിധികൾ നടത്തേണ്ടത് ആവശ്യമാണ്. അവരുടെ മാനസിക സംഘർഷം കുറയ്ക്കാനും അവർക്ക് കുറച്ചുകൂടെ റിസെപ്റ്റിവിറ്റി തുറവിയുണ്ടാകാനും എല്ലാം നമ്മൾ ശ്രമിക്കുന്നത് നല്ലതാണ്. പക്ഷേ അതുപോലും നമുക്ക് അങ്ങനെ മാത്രം നമുക്ക് കൈകാര്യം ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കില്ല. സമൂഹത്തിൽ ഉയർന്നു വരുന്ന ഈ പുതിയ ചലനങ്ങളെ നിരീക്ഷിക്കുകയും അതിനെതിരായിട്ട് നമ്മുടെ വിശ്വാസ പരിശീലന വേദിക്ക് അപ്പുറത്തും നമ്മൾ ഒരുമിച്ച് നിൽക്കുകയും അവയെ സംഘടിതമായിട്ട് എതിർക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. പുതിയ സമീപന രീതികൾ ഈ സംസ്കാരത്തിൽ തന്നെ പരിചയപ്പെടുത്തുകയും ആ സംസ്കാരത്തിൻ്റെ ഭാവം മാറ്റിമറിക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം. പരിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പലപ്പോഴും പറയുന്നത് നമ്മളൊരു ജീവൻ്റെ ഒരു സംസ്കാരം, സ്നേഹത്തിൻ്റെ ഒരു സംസ്കാരം രൂപപ്പെടുത്താനായിട്ട് ശ്രമിക്കണമെന്നൊക്കെ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സാംസ്കാരിക മാറ്റത്തിനായിട്ട്, സാമൂഹിക രൂപാന്തരീകരണത്തിനായിട്ട് ഇവിടെ നമ്മൾ ശ്രമിക്കേണ്ട ആളുകളുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ വാക്കുകൾ സൺഡേ സ്കൂളിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ നമ്മൾ നൽകുന്ന വാക്കുകൾ കൂടുതൽ ഫലം ഉളവാക്കുകയുള്ളൂ നമ്മൾ മനസ്സിലാക്കണം എന്നൊരു കാര്യം മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ. നിങ്ങളുടെ ഈ സമ്മേളനത്തിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചർച്ച ചെയ്തിരിക്കും ഞാൻ കരുതുകയാണ്. നമുക്ക് ഏതായാലും തീർച്ചയായിട്ടും നമ്മൾ വെല്ലുവിളികളെ മനസ്സിലാക്കി കൂടുതൽ ശക്തിയോടെ മുൻപോട്ട് പോകേണ്ടതാണ്. മടുത്തു നിൽക്കുവാനുള്ള ആളുകളല്ല. സഭയെക്കുറിച്ച് ചേർച്ച് മിലിറ്റൻറ്റ്, നമുക്ക് ഭൂമിയിലുള്ള സഭ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സമരസഭയാണ്, അതിനെ എതിർക്കുന്ന സഭ. ഇങ്ങനെയുള്ള വെല്ലുവിളികളെ നേരിട്ട് അതിനെ അതിജീവിക്കാനായിട്ട് ശ്രമിക്കുന്ന സഭയാണ് നമ്മുടെ സമൂഹം. അതുകൊണ്ട് ആ രീതിയിൽ ഇങ്ങനെയുള്ള ഈ സംസ്കാരത്തെ സാംസ്കാരിക രംഗത്തുണ്ടാകുന്ന അപചയത്തെ മനസ്സിലാക്കി അതിനെ മാറ്റി കുറിക്കുവാനായിട്ട് ഉള്ള ശ്രമത്തിലും കൂടെ നമ്മൾ ഏർപ്പെടുന്ന ആളുകളായെങ്കിൽ മാത്രമേ ഫലപ്രദമായിട്ട് ഇന്നത്തെ അപകടസ്ഥിതി തരണം ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചുകൂടെ നമ്മൾ ചിന്തിക്കണമെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. തീരെ നിങ്ങളുടെ പരിശ്രമങ്ങളിൽ ധാരാളം ഉണ്ടാകണം പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട്